ഹായ്! ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. അങ്ങനെ മീൻകാരനോട് മീനൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതുപോലെ വലിയ മാന്തൾ മീനാണ് ട്ടോ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ മീനൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഉപ്പേരിക്കുള്ളതും റെഡിയാക്കി. കുക്കറിൽ കർമൂസ കറി വെക്കാനുള്ള കർമൂസയും റെഡിയാക്കി ട്ടോ. അതിൻ്റെ ഇടയിൽ നല്ല തകൃതിയായിട്ട് മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് പാനിൽ കുറച്ച് വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലയും ഇട്ടിട്ട് ഇനി വെച്ചിട്ടുള്ള കേബേജ് ചേർത്തിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ ചോറൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ലാസ്റ്റ് ഇതാ റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഉപ്പേരി ഇടക്കിടക്കൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതാ കർമൂസ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ വേഗത വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുത്ത് കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വേഗത കർമൂസ താളിച്ചെടുത്തിട്ടുണ്ട്. ഇനി മീനൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ട് കുറച്ച് കറിവേപ്പില എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കറിവേപ്പില തണ്ടോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മീനൊക്കെ മസാല തേച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പൊരിച്ചെടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ചയത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം. അതിൻ്റെ ഇടയിൽ കുറേ കുന്നുകൂടി പാത്രങ്ങളുണ്ടായിരുന്നേ, അതും കൂടി ഒന്ന് കഴുകി വെക്കുകയാണ്. അത് മൊത്തം ഒന്ന് കഴുകി കണ്ടിട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് ലാസ്റ്റ് ചോറ് നല്ലപോലെ വെന്തപ്പോൾ ഒന്ന് വാർത്ത് കുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു ഗ്യാസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഫുള്ളും നല്ല അറേഞ്ച്മെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഓക്കെ, ബായ്.